12 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ബംഗ്ലാദേശ് എന്ന നമ്മുടെ അയൽ രാജ്യത്ത് ജൂലൈ റവല്യൂഷന് ശേഷം, ജൂലൈ വിപ്ലവത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNPയുടെ നേതാവ് താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇതാ പുതിയൊരു സർക്കാർ വരാൻ പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി അവിടെ ഉയർന്നു വന്നത് 11 പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ നേതൃത്വമാണ്. 300 പാർലമെന്റ് അംഗങ്ങളുള്ള നിയമനിർമ്മാണ സഭയിൽ നേരത്തെ പറഞ്ഞ BNPയും അവരുടെ കൂടെയുള്ള പാർട്ടികൾക്കും ചേർന്ന് ഏതാണ്ട് 212 സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയും അവരോടൊപ്പമുള്ള പാർട്ടികളും ചേർന്ന് ഏതാണ്ട് 77 സീറ്റുകളിലാണ് വിജയം നേടിയത്. ബംഗ്ലാദേശിൽ ഏകദേശം 15 വർഷം ഭരണം നടത്തിയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെതിരെ ജനങ്ങൾ നടത്തിയ വലിയ പ്രക്ഷോഭവും അതിൻ്റെ തുടർച്ചയായി അവാമി ലീഗ് നേതാവും ഇന്ത്യയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന അർത്ഥത്തിൽ ശ്രദ്ധേയായിരുന്ന ഷെയ്ഖ് ഹസീന നമ്മുടെ രാജ്യത്തെത്തി ഇവിടെ അഭയാർത്ഥിയായി ജീവിക്കുകയാണിപ്പോൾ. നിലവിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ സ്വഭാവം കൂടുതൽ വലത്തേക്ക് നീങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിലൂടെ ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശ് അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അവസരം കൊടുക്കാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇപ്പോൾ അധികാരത്തിലേക്ക് മടങ്ങി വന്ന ശ്രീ താരിഖ് റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഇവരൊക്കെ കഴിഞ്ഞ നാളുകളിൽ ജമാഅത്ത് ഇസ്ലാമിയായി ചേർന്ന് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി ബംഗ്ലാദേശിനെ മാറ്റാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ പ്രിയപ്പെട്ട നേതാവായി വളർന്നതിന് ശേഷം, ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 2 വർഷത്തിനകം തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ചരിത്രമായിരുന്നു ഈ പറയുന്ന സിയാവുർ റഹ്മാൻ ഉണ്ടായിരുന്നത്. അന്നു മുതൽ ബംഗ്ലാദേശ് എന്ന സെക്കുലർ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുവെങ്കിൽ പോലും ഏറ്റവും അവസാനം അവരുടെ സുപ്രീം കോടതി ബംഗ്ലാദേശ് ഒരു സെക്കുലർ രാജ്യമായി തുടരണം എന്ന് അടിവരയിട്ട് പറഞ്ഞിരുന്നു. ഈ പുതിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണഘടന തന്നെ പുനർവ്യാഖ്യാനിക്കാനുള്ള അവസരം കൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടികൾക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ ആരോഗ്യകരമായി ചില നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയെ പോലെയുള്ള ഒരു അയൽ രാജ്യത്തിന് ഭയപ്പെടേണ്ട ചില ഉള്ളടക്കങ്ങളും കൂടി അത് കടന്നു വന്നിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനാപരമായല്ല ഉള്ള മാറ്റത്തിന് പുറത്ത് താരിഖ് റഹ്മാനെ പോലെയുള്ള ആളുകൾ മുൻകാലങ്ങളിൽ ഉൾഫയ്ക്ക് വേണ്ട ആയുധ സഹായങ്ങൾ നൽകിയവരാണ് എന്ന് ചില കുപ്രസിദ്ധി ഇതിനു മുമ്പ് വാർത്തകളിൽ ഇടം നേടിയതാണ്. താരിഖ് റഹ്മാൻ അദ്ദേഹത്തിൻ്റെ അമ്മ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ഉൾഫയ്ക്ക് വേണ്ടി ആയുധം കടത്തി എന്നുള്ള ആരോപണത്തിന് വിധേയനാണ് ഈ വ്യക്തി. എന്ന് മാത്രമല്ല, പുതിയ ഭരണഘടനാ ഭേദഗതിയിൽ പഴയകാലത്ത് ബംഗ്ലാദേശ് ഭരണഘടനയിൽ പറയുന്ന ബംഗാളി നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം ആൻഡ് സെക്കുലറിസം എന്നീ പദങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സഹവർത്തിത്വത്തോടെയുള്ള വിശ്വാസികളുടെ ഇടം എന്ന അർത്ഥത്തിലേക്ക് ബംഗ്ലാദേശിന് ഒരു പുതിയ വ്യാഖ്യാനം നൽകാൻ ശ്രമിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ നിലവിലുള്ള സെക്കുലർ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ സഹായകരമാണ്. എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സെക്കുലർ പാരമ്പര്യത്തെ അട്ടിമറിക്കാൻ ഇവിടെ എങ്ങനെയാണോ കേന്ദ്ര സർക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നത്, അതിനേക്കാൾ വേഗത്തിലില്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കും വിധം ബംഗ്ലാദേശിനെ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള ശ്രമം അവിടെ തുടരുന്നു. എന്നാൽ ഇതേ BNP ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റാൻ ബംഗ്ലാദേശിന് പാതയൊരുക്കുന്ന BNP വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 2 പ്രതിനിധികളെ ഉൾപ്പെടുത്തി എന്ന കാര്യം കൂടി മറക്കരുത്. ചുരുക്കത്തിൽ ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതേ പാത പിന്തുടർന്നുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ നടക്കാത്ത ഒരു കാര്യം ഇതാ BNPയും
അവരുടെ പ്രതിപക്ഷ പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന് ബംഗാളിനെ വർഗീയവൽക്കരിക്കാൻ വിജയിച്ചു എന്നുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്നത്.